ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് മൂന്നാമത്തെ പാർട്ട് 1 ഈ കാണുന്ന വീഡിയോ, പാർട്ട് 2 ഈ കാണുന്ന വീഡിയോ, ഇത് നമ്മളുടെ പാർട്ട് 3 ഇന്നിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ. എന്തുകൊണ്ടാണ് ഒരു എൻട്രി സെറ്റപ്പിന് 3 വീഡിയോ വരുന്നതിൻ്റെ കാര്യം? ബിക്കോസ് ഞാൻ ഒരു ഒറ്റ ലെക്ചർ 3 വീഡിയോയ്ക്ക് പകരം 45 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിനകത്തുള്ള ഇൻഫർമേഷൻ ഫ്ലോ എന്ന് പറയുന്നത് ടൂ മച്ച് ആണ്. നിങ്ങൾ പലരും അത് കംപ്ലീറ്റ് അതിൻ്റെ സെൻസോട് കൂടി നോട്ടീസ് ചെയ്യത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ 3 വീഡിയോ പാർട്ടുകളായിട്ട് ഈ എൻട്രി ടെക്നിക്കിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു വീഡിയോയുടെയും ഇൻട്രോ മിസ് ചെയ്യരുത്. ഇൻട്രോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്, വൈ ദ പ്രൈസ് ഈസ് ഹിയർ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളെപ്പോഴും നമ്മളോട് ചോദിക്കത്തില്ലേ എന്ന് പറഞ്ഞത് തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു 3 പാർട്ടായിട്ട് റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ പ്രിസിഷൻ എൻട്രി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഫൈനസ്റ്റ് ഫോമിൽ നമ്മൾ എൻട്രി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഫൈനസ്റ്റ് ഫോം നമുക്ക് റോങ് എൻട്രി അല്ലാതെ ഇരിക്കാൻ, മാർക്കറ്റിൽ നമുക്ക് റോങ് എൻട്രി അധികം വരാതെ നമുക്ക് രക്ഷപ്പെട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ മാർക്കറ്റിൽ. Welcome back friends, my name is Sobi and you are watching Trading Secrets YouTube channel. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മളുടെ സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്കിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. മൂന്നാമത്തെ പാർട്ട് ഒരു ഒറ്റ സിംഗിൾ ട്രേഡ് സെറ്റപ്പ് തന്നെയാണ്. അതിനകത്ത് നമ്മൾ കൂടുതൽ ക്വാളിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ സ്കാൽപ്പിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ദ ട്രേഡ് സെറ്റപ്പ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഒരു ട്രേഡ് സെറ്റപ്പ് ക്വാളിറ്റിയോട് കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്? ബിക്കോസ് നമ്മളപ്പം അതിനെ മനസ്സിലാക്കേണ്ടത് പ്രൈസ് ഡെലിവറി മെക്കാനിസം നമ്മൾ മനസ്സിലാക്കണം, നമ്പർ 1. നമ്പർ 2, അതിൻ്റെ ടാർഗറ്റ് ഫൈൻഡ് ചെയ്യുന്നത് മെക്കാനിസം നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നോൺ നെഗോഷ്യബിൾ റൂൾ എന്ന് പറയും. അതായത് അതിന് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പാടില്ല. എക്സിറ്റ് റൂൾ. നമ്മൾ എടുക്കുന്ന പ്രൈസ്, നമ്മൾ പൊസിഷൻ എടുത്തതിന് ശേഷം പ്രൈസ് നമുക്ക് എഗനിസ്റ്റാണ് ഡെലിവറി വരുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ തിരിച്ച് പ്രൈസ് കയറി വരുമ്പം നമ്മൾ വാട്ട് എവർ ബി ദ സിറ്റുവേഷൻ യു നീഡ് ടു എക്സിറ്റ് ഫ്രം ദ ട്രേഡ്. അപ്പം ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പം ഈ 3 കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ എത്ര കോംപ്ലക്സ് ആണ് ഓരോ സെനാരിയോ വരുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുത്തിട്ട് അതിനകത്തെ പ്രിസിഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. യു നീഡ് ടു വാച്ച് 245 ലെക്ചേഴ്സ് എക്സ്പ്ലെയിൻഡ് ഇൻ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. അതിനാണ് നമ്മൾ ഈ 250 വീഡിയോകൾ ഓൾറെഡി നമ്മുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? വാട്ട് ഈസ് എ പ്രൈസ് ഡെലിവറി മെക്കാനിസം ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക്? അപ്പോൾ പ്രൈസിൻ്റെ ഡെലിവറി ഓർ പ്രൈസിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് ഏത് ലെവലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ലെവലിൽ നിന്ന് നമുക്കൊരു എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ നമ്പർ 1, നോ അപ്പ് ക്യാൻഡിൽ ക്ലോഷർ ഷുഡ് ബി ദെയർ. നോ അപ്പ് ക്യാൻഡിൽ ക്ലോഷർ ഷുഡ് ബി ദെയർ. നോ പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ സപ്പോസ് 3 ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, രണ്ടാമത്തെ ക്യാൻഡിൽ അതിന് ബോട്ടം ഫോം ചെയ്തു, മൂന്നാമത്തെ ക്യാൻഡിൽ അതിന് ബോട്ടം ഫോം ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും അപ്പ് ക്യാൻഡിൽ ക്ലോഷർ എന്ന് പറയുന്നത് എന്താണ്? ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ എന്തുകൊണ്ടാണ് റെഡ് ആയിരിക്കുന്നത്? ബിക്കോസ് പ്രീവിയസ് ക്യാൻഡിൽ ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനെക്കാട്ടിലും പ്രൈസ് താഴെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് റെഡ് ആയിട്ടിരിക്കുന്നത്, കളർ റെഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോഡി വൈസ് എല്ലാം വൺ ആഫ്റ്റർ അനദർ പ്രൈസ് താഴെ ക്ലോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പം ഇങ്ങനെ മിറ്റിഗേഷൻ ഇല്ലാതെ പ്രൈസിൻ്റെ ഡെലിവറി വൺ സൈഡ് പോകുമ്പോൾ ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ് സംവെയർ. മേ ബി ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കും, സെക്കൻഡ് ടാർഗറ്റ് ഇതായിരിക്കും, ആ പ്രൈസ് ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഹൈ ആയിരിക്കും, തേർഡ് ടാർഗറ്റ് ഇതായിരിക്കും. സോ പ്രൈസ് തിരിച്ച് റിവേഴ്സിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇങ്ങനെ മിറ്റിഗേഷൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. നൗ പ്രൈസിൻ്റെ അപ്പ് ക്യാൻഡിൽ ക്ലോഷർ എന്ന് പറയുന്നത് എന്താണ്? സോ നമ്മുടെ അപ്പ് ക്യാൻഡിൽ ക്ലോഷർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുമല്ല. പ്രൈസിൻ്റെ ഡെലിവറി മെക്കാനിസം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും വാട്ട് സോർട്ട് ഓഫ് ക്യാൻഡിൽ ഈസ് ദാറ്റ് അല്ലേ? അതായത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ എൻട്രി ഫോർമേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ഒരു ടാർഗറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പ് ക്യാൻഡിൽ ക്ലോഷർ എന്ന് പറയുന്നത് പ്രൈസ് ഇങ്ങനെ വരുമ്പോൾ ദർ ഷുഡ് നോട്ട് ബി എ വിക്ക് ലൈക്ക് ദിസ്. കണ്ടോ? സോ ഇങ്ങനെ ഒരു വിക്ക് ഫോം ചെയ്തിട്ടാണ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി ഈ ക്യാൻഡിലിൻ്റെ വിക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ വിക്ക് ഫോം ചെയ്തതിൻ്റെ മീനിങ് ദാറ്റ് മീൻസ് ദിസ് ക്യാൻഡിൽ ഈസ് 90% മിറ്റിഗേറ്റഡ്. എഗെയിൻ അനദർ ക്യാൻഡിൽ ഈസ് ഫോംഡ്, ദിസ് ഈസ് ഓൾസോ 90% മിറ്റിഗേറ്റഡ്, ഓൺലി 10% ഈസ് റിമൈനിങ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പം ക്യാൻഡിൽ മിറ്റിഗേഷൻസ് പ്രോപ്പറായിട്ട് നടന്നിട്ടാണ് പ്രൈസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പം അങ്ങനെ ഫോം ചെയ്യുന്ന ഇംബാലൻസസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇറലവൻ്റ് ആണ്. ബിക്കോസ് നമുക്കൊരു ഉറപ്പുമില്ല പ്രൈസ് അങ്ങോട്ട് വരും എന്നുള്ളത്. ബിക്കോസ് ഓൾറെഡി വൺ ടൈം പ്രൈസ് മിറ്റിഗേഷൻ ഈസ് ഓവർ. ഒരു 80% 90% പ്രൈസ് ഇംബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോ അപ്പ് ക്യാൻഡിൽ ക്ലോഷർ മീൻസ് അപ്പ് ക്യാൻഡിൽ ക്ലോഷർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ അടുത്ത ക്യാൻഡിൽ ഇതുപോലെ ക്ലോസ് ചെയ്യുക എന്നുള്ളതല്ല. മീൻസ് നമ്മളുടെ ഇവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത് നോ അപ്പ് ക്യാൻഡിൽ വിക്ക് ക്ലോഷർ എന്ന് പറയാം. അപ്പോൾ നമുക്കിത് ഒന്ന് മാറ്റി എഴുതാം. സോ ഇതെന്ന് പറയുന്നത് നോ അപ്പ് ക്യാൻഡിൽ വിക്ക് ക്ലോഷർ. ഓക്കെ, അപ്പം കൺഫ്യൂഷൻ മാറില്ല.
അപ്പോൾ അപ്പ് ക്യാൻഡിൽ ക്ലോഷർ വന്നു കഴിയുമ്പോഴത്തേനും മിറ്റിഗേഷൻസ് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ സംബന്ധിച്ച് ഇംബാലൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ലിപ്പേജ് എന്ന് പറയുന്നത്, പ്രൈസിൻ്റെ സ്ലിപ്പേജ് ആണല്ലോ ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ലിപ്പേജ് എന്ന് പറയുന്നത് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് ഇപ്പോൾ നമ്മളൊരു 100-ൽ മാർക്ക് ഇടുവാണെങ്കിൽ ഒരു 50% ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. 100-ൽ മാർക്ക് ഇടുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ടാർഗറ്റ് ലെവൽ ഫൈൻഡ് ചെയ്യുമ്പോഴത്തേനും വെൻ യു ആർ മാർക്കിംഗ്, നമ്മളിവിടെ ഒരു സംഭവം മാർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ നമ്മളുടെ ഈ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്യുമ്പോൾ കൺസിഡർ ദാറ്റ് ദിസ് ഇംബാലൻസ് ഈസ് വാലിഡ് ഓൺലി ഫോർ മിറ്റിഗേറ്റിംഗ് അപ് ടു എ ലെവൽ ഓഫ് 50%. മനസ്സിലായി? 50% ചാൻസേ ഉള്ളൂ ഈ ഇംബാലൻസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാര്യം എന്താണ്? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് എൻ്റെ ഡെലിവറി വന്നുകൊണ്ടിരിക്കുന്നത്. സോ പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നതിൻ്റെ ടെക്നിക്കൽ ടേം എന്താണ്? അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കുറേ ഇംഗ്ലീഷ് വേർഡ്സാണ് വരുന്നത് അല്ലേ? കുറച്ച് ഇംഗ്ലീഷ് അറിയത്തില്ലാത്തവർക്കും പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രൈസ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ പ്രൈസ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് കറക്റ്റായിട്ട് മാർക്കറ്റിൽ വരുന്നത്? പ്രൈസ് ഡെലിവറി, അതായത് ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അത് ക്ലോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദ പ്രീവിയസ് ക്യാൻഡിൽ അല്ലേ, ഈ പ്രീവിയസ് ക്യാൻഡിലിനെ നമ്മൾ നോക്കിക്കൊണ്ട് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്യാൻഡിലിൻ്റെ പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് ഇതിൻ്റെ ബോട്ടം ക്ലോസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പ്രൈസിൻ്റെ വീക്ക്നെസ് ആണ് അവിടെ കാണിക്കുന്നത് അല്ലേ? പ്രൈസ് താഴോട്ട് പോകുന്നു. അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫോർമേഷനകത്ത് അപ്പ് ക്യാൻഡിൽ വിക്ക് ക്ലോഷർ ഈസ് ഹാപ്പനിങ് അല്ലേ? ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോഴത്തേന് അപ്പ് ക്യാൻഡിൽ വിക്ക് ക്ലോഷർ ഈസ് ഹാപ്പനിങ്. ചെറിയ ഇംബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് ഇവിടെ 2 ടൈമിൽ അപ്പ് ക്യാൻഡിൽ ക്ലോഷർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇവിടെ പ്രോപ്പർ മിറ്റിഗേഷൻ നടന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നെക്സ്റ്റ് ടാർഗറ്റ് ഇതാണ്. അപ്പോൾ 3 ക്യാൻഡിൽ സബ്സിക്വൻ്റ്ലി ക്ലോസ് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഈ പ്രൈസിൻ്റെ ക്ലോഷറിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മളിവിടെ ഇതിൻ്റെ ഇംബാലൻസിൻ്റെ ടാർഗറ്റ് ലെവൽ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഇത് മെഷർ ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രെങ്ത്, പ്രൈസ് ക്ലോഷറിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ വിക്ക് ക്ലോഷർ, അപ്പ് ക്യാൻഡിൽ വിക്ക് ക്ലോഷർ. ബിക്കോസ് അപ്പ് ക്യാൻഡിൽ എന്ന് പറയുന്നത് പ്രൈസ് നേരെ തിരിച്ച് മുകളിലോട്ട് വരുന്നതിനാണ് നമ്മൾ അപ്പ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അല്ലേ? മനസ്സിലാക്കുന്നത്, പ്രൈസിൻ്റെ ഡെലിവറി മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രൈസ് അങ്ങനെ വന്നു, അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ? ക്രിയേറ്റ് ചെയ്യപ്പെട്ട ശേഷം 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ. വെൻ 3 ക്യാൻഡിൽ ഈസ് ഫോംഡ്, ആ ഒരു മിറ്റിഗേഷൻ എന്ന് പറയുന്നത് വളരെ ക്വിക്കാണ്. പെട്ടെന്ന് റിവേഴ്സിൽ വന്ന് അവിടെ ക്വിക്കായിട്ട് മിറ്റിഗേഷൻ നടന്നു കഴിഞ്ഞു. അപ്പം അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എൻട്രി ഫോർമേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചറൽ ലിക്വിഡിറ്റിക്കകത്ത് നമ്മളിപ്പോൾ ഓൾറെഡി 22ഓളം വീഡിയോസ് ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ സ്ട്രക്ചറൽ ലിക്വിഡിറ്റിയെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ തമാശയായിട്ട് എടുക്കേണ്ട കാര്യങ്ങളല്ല. ഓരോരോ കാര്യങ്ങളിനകത്തും സ്ട്രക്ചർ എവിടെയാണ് ലിക്വിഡിറ്റി ഫോർമേഷൻ വരുന്നത്, എവിടെയാണ്, ഏതെല്ലാം പോയിന്റുകളിലാണ് നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ദിസ് ഈസ് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി അല്ലേ? ഈ 2 എണ്ണം സ്വീപ്പ് ചെയ്യാൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ പ്രൈസ് സ്ട്രക്ചറൽ ലിക്വിഡിറ്റിയിൽ അടുത്തേക്ക് വരികയും ഇവിടെ ഇംബാലൻസ് ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും യു സീ ആൻ ഇമ്മീഡിയറ്റ് റിവേഴ്സൽ ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ പ്രൈസ് മൂവ്മെൻറ്റ് ഇവിടെ വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ വന്ന് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു നോ ദാറ്റ് ദർ ഇസ് ആൻ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്, സ്കാൽപ്പിംഗ് എൻട്രി, ഗെറ്റ് ഇൻ ടു ദ എൻട്രി, എക്സിറ്റ്. നമുക്കിവിടെ ഒരു പോയിന്റ് പോലും താഴെ പോകാതെ നമുക്ക് ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. റൈറ്റ്? ബിക്കോസ് ഓഫ് ദ കണ്ടക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രൈസ് ഡെലിവറി. നോ അപ്പ് ക്യാൻഡിൽ വിക്ക് ക്ലോഷർ ഷുഡ് ഹാപ്പൻ. അപ്പോൾ അങ്ങനെ അപ്പ് ക്യാൻഡിൽ വിക്ക് ക്ലോഷർ നടക്കുമ്പോൾ നമ്മൾ ഫെയിൽ ആകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡിംഗ് ഫെയിൽ ആകുന്നതല്ല, നമ്മൾ ഫെയിൽ ആകുന്നത് എന്താണ്? യു ആർ ഫെയിലിംഗ് ടു ഫൈൻഡ് എ ടാർഗറ്റ്, പ്രോപ്പർ ടാർഗറ്റ്. റൈറ്റ്? മനസ്സിലായി? അപ്പം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് ചാർട്ടിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് സെനാരിയോ. ഐ ക്യാൻ മേക്ക് ഇറ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രൈസ് ഡെലിവറി മെക്കാനിസം ഓരോന്ന് ഞാൻ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴത്തേനും യു ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് സെറ്റപ്പ്. ബിക്കോസ് കോംപ്ലിക്കേറ്റഡ് സെറ്റപ്പ് ആണെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രൈസ് ഡെലിവറി. നമ്പർ 1, യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രൈസ് ഡൈനമിക്സ്. നമ്പർ 2, നമ്പർ 3, യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രൈസ് വാല്യുവേഷൻ ആൻഡ് ദ പ്രൈസ് മിറ്റിഗേഷൻസ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. 1, പ്രൈസിൻ്റെ മെക്കാനിസം മനസ്സിലാകുന്നില്ല. 2, പ്രൈസിൻ്റെ മിറ്റിഗേഷൻ എങ്ങനെയാണ് പ്രൈസ് ഡെലിവറി ചെയ്യുന്നതെന്നുള്ള മനസ്സിലാകുന്നില്ല. 3, പ്രൈസിൻ്റെ വാല്യുവേഷൻ. പ്രൈസ് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇത് എന്താണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രൈസ് എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ്. 100 രൂപയിൽ നിന്ന് അത് 50 രൂപയിലേക്ക് കുറയുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഡിപ്രീസിയേഷൻ ഓഫ് വാല്യൂ അല്ലേ? പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രൈസിൻ്റെ ഡീവാല്യുവേഷൻ, പ്രൈസ് വാല്യുവേഷൻ എങ്ങനെയാണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു ദ ക്യാൻഡിൽ മൂവ്മെൻറ്റ് യു ആർ ഫെയിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായോ? അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ പാടുപെടുമ്പോഴാണ് ഈ ഒരു മൂവ്മെൻ്റ് എല്ലാം നമ്മളെ സംബന്ധിച്ച് എന്തായിട്ട് വരുന്നത്? റാൻഡം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ ഇവിടെ എല്ലാം കയറി നമ്മൾ എൻട്രി എടുക്കുന്നു. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ്? ഇവിടെ 3 ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു, ഓക്കെ വെരി ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ കയറി ഇരുന്ന് ട്രേഡ് ചെയ്യുകയാണ്. ആർ യു ഗോയിങ് ടു ബി എ സക്സസ്ഫുൾ ട്രേഡർ? നോ, യു ആർ നോട്ട് എ പ്രൊഫഷണൽ ട്രേഡർ ബിക്കോസ് യു ആർ ഫെയിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ക്യാൻഡിൽ മിറ്റിഗേഷൻസ്, ക്യാൻഡിൽ പ്രൈസ് ഡെലിവറി. ഇതെല്ലാം നമ്മുടെ മുന്നിലത്തെ ചാപ്റ്ററുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്രൈസ് ഡെലിവറി മെക്കാനിസം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ?
അന്നേരം അത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല ഇത് വരാൻ പോകുന്നത് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്കാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. സോ ഇതൊരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് സീക്രട്സ് ഫാമിലിയിൽ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പം ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടീഡിയസ് പ്രോസസ്സ്. ആൻഡ് നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് പഠിക്കുള്ളൂ. മനസ്സിലായി? അപ്പം അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്പർ 1 സ്കാൽപ്പിംഗ് അപ്ലോഡ് ചെയ്തു, നമ്പർ 2 അപ്ലോഡ് ചെയ്തു, നമ്പർ 3 അപ്ലോഡ് ചെയ്തു. ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ കീ പോയിന്റ്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ട് ഇതിനകത്ത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമുള്ള ടെക്നിക്കിലേക്ക് മാത്രമേ നമ്മൾ എൻട്രി ഫോർമേഷൻസ് നോക്കത്തുള്ളൂ ചാർട്ടിൽ. അപ്പോൾ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണം ഇവിടെ ഇത് ലിക്വിഡിറ്റി സ്വീപ്പിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് കാണുന്നു, നമുക്ക് 25 പോയിന്റിനകത്തുള്ള ടാർഗറ്റ് ലെവൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ സ്കാൽപ്പിംഗ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വാളിറ്റി ഓഫ് ട്രേഡ് സെറ്റപ്പ് വിത്ത് ബേസ്ഡ് ഓൺ വാട്ട്, ബേസ്ഡ് ഓൺ ഫസ്റ്റ് റൂൾ ഫൈൻഡിങ് ദ ടാർഗറ്റ് ഓൺ ഇംബാലൻസ് ഓർ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി. റൈറ്റ്? സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ഇംബാലൻസസ് രണ്ട് രീതിയിൽ നമുക്ക് ടാർഗറ്റ് കാണാൻ പറ്റും. റൈറ്റ്? നമ്മളെ സംബന്ധിച്ച് ഒരു ഇംബാലൻസ് നമ്മളെ സംബന്ധിച്ച് ഒരു ടാർഗറ്റാണ് നമ്പർ 1. നമ്പർ 2 നമ്മളെ സംബന്ധിച്ച് നെക്സ്റ്റ് വൺ ഒരു പ്രോപ്പർ പുൾ ബാക്ക് നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ടാർഗറ്റാണ്. റൈറ്റ്? സോ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്ത് താഴേക്ക് പ്രൈസ് വരുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈ പുൾ ബാക്കിൻ്റെ ടാർഗറ്റിനെക്കാട്ടിലും കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഇംബാലൻസ് എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെയായിരിക്കും നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. ബിക്കോസ് ഇംബാലൻസ് ഈസ് ഇൻഡയറക്ട്ലി നോൺ ആസ് പ്രൈസ് സ്ലിപ്പേജ്. റൈറ്റ്? മനസ്സിലായ കാര്യം? അപ്പം ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലാണെങ്കിൽ പോലും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. സോ അപ്പ് ക്യാൻഡിൽ ക്ലോഷർ കാണുന്നില്ല. സോ വാട്ട് അബൌട്ട് ഡൗൺ ക്യാൻഡിൽ ക്ലോഷർ? ദാറ്റ്സ് വാട്ട് ഐ ആം ഗോയിങ് ടു ടെൽ യു. സോ അപ്പ് ക്യാൻഡിൽ ക്ലോഷർ കാണാത്തപ്പോൾ നമ്മൾ ഡൗൺ ക്യാൻഡിൽ ക്ലോഷറിൻ്റെ കാര്യത്തെപ്പറ്റി നോക്കാം. സോ ഫസ്റ്റ് വന്നു, പ്രൈസ് വന്നു, താഴെ വന്നു, ഇവിടെ ഈ ഒരു സ്ട്രക്ചർ. സോ ഫസ്റ്റ് നമുക്കിവിടെ പ്രൈസ് വന്ന് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, ഇവിടെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ അതിന് ബോട്ടം പ്രൈസ് ക്ലോസ് ചെയ്യുന്നു. സോ ഡൗൺ ക്യാൻഡിൽ ക്ലോഷർ. ഇതിൻ്റെ ബോഡി ടു ബോഡി ആണെങ്കിൽ നോക്കുവാണെങ്കിൽ പോലും പ്രൈസ് നേരെ താഴേക്കാണ്, പ്രൈസിൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് താഴേക്കാണ്. ഇറ്റ് ഈസ് ഓൺ എ ഡൗൺ ക്യാൻഡിൽ. സോ ഡൗൺ ക്യാൻഡിൽ നമ്മളെ സംബന്ധിച്ച് മിറ്റിഗേഷൻ അല്ല, ആക്ച്വലി ദിസ് ഈസ് ക്രിയേറ്റിംഗ് എ വേ ടു ഗോ ഡൗൺ. മനസ്സിലായോ? പ്രൈസ് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ നോർമൽ ക്യാൻഡിൽ ഓൾ ദി അതർ ചാനൽസ് ദേ ആർ ടീച്ചിങ് യു ഇവിടെ വന്നു പ്രൈസ് വന്നു, ഇവിടെ വന്ന് ഡോബർമാൻ ക്യാൻഡിൽ ഇവിടെ വരുന്നു, നമ്മൾ അതിനെ പിടിച്ച് പൊക്കിക്കൊണ്ട് പോകുന്നു, പ്രൈസ് അവിടെ വന്ന് മോളി വന്ന് എല്ലാവരും കൂടെ പ്രൈസ് പിടിച്ചു, പക്ഷേ അവിടെ വന്നിട്ട് പ്രൈസിന് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും പ്രൈസ് താഴോട്ട് പോകുന്നു. ദിസ് ഈസ് നോട്ട് ദ സെനാരിയോ. വാട്ട് ഈസ് ദ സെനാരിയോ ഹിയർ? സെനാരിയോ ഇസ് നത്തിങ് ബട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഇങ്ങനെ ഇതാരും പ്രൈസ് മേലിലേക്ക് പൊക്കിക്കൊണ്ട് പോകുന്നതല്ല, ആക്ച്വലി പ്രൈസ് താഴേക്ക് വരുന്നു. ഓക്കെ, ഇതുപോലെ പ്രൈസ് ഇങ്ങനെ വരുമ്പോഴത്തേനും താഴേക്ക് വരുന്നു. താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് പ്രൈസ് താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ എന്താണ് ലിക്വിഡിറ്റി പോയിന്റ്സ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതായത് എന്താണ് സെൽ സൈഡ് ലിക്വിഡിറ്റി ആക്ടിവേറ്റഡ്. നൗ പ്രൈസ് വിൽ ഗോ അപ്പ്. സോ വെൻ ദ പ്രൈസ് ഇസ് ഗോയിങ് അപ്പ് വാട്ട് ഹാപ്പൻസ്? ഇവിടെ ഒരു ഫുട് പ്രിന്റ് ഇട്ടിട്ടാണ് പോകുന്നത്. എന്താണ് ഈ ക്യാൻഡിൽ? ബിക്കോസ് പ്രൈസ് ഇവിടെ വരെ വന്നു, ഇങ്ങനെ പ്രൈസ് വന്നു അല്ലേ? അതിനുശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു. നേരെ മുകളിലേക്ക് പോകുമ്പോഴത്തേനും എന്താണ് ഇവിടുത്തെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഇസ് ട്രിഗേർഡ്, റൈറ്റ്, ആക്ടിവേറ്റഡ്. നൗ ഓൾ ദ സെൽ സൈഡ് ഓർഡേഴ്സ് വിൽ ബി ട്രിഗേർഡ് ഇൻ ടു ദ സിസ്റ്റം അല്ലേ? ആസ് എ സെൽ സൈഡ് ഓർഡേഴ്സ് മുഴുവനും സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് മുഴുവനും കയറി വരുന്നു. അപ്പോൾ അന്നേരം എന്ത് ചെയ്യുന്നു? പ്രൈസ് നേരെ വീണ്ടും താഴേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ ഇവിടെ നമ്മൾ പ്രൈസ് വീണ്ടും താഴേക്ക് പോകുന്നു. സോ അവിടെ ട്രിഗർ ചെയ്തിരിക്കുന്ന ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി ആക്ടിവേറ്റഡ്, കളക്റ്റഡ്, ഇഞ്ചക്റ്റഡ്, വാട്ട് എവർ യു ക്യാൻ സേ. ഓക്കെ, അങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേനും ഇവിടുത്തെ കംപ്ലീറ്റ് ആക്ടിവിറ്റി കഴിഞ്ഞു. സോ അതിനുശേഷം പ്രൈസ് നേരെ വീണ്ടും ഒരു ക്യാൻഡിലും കൂടെ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുമ്പോൾ 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ ആൻഡ് ഡൗൺ സൈഡ് ക്യാൻഡിൽ വിത്ത് ക്ലോഷർ. ദിസ് ഇസ് നമുക്ക് ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഫേവറബിൾ സിറ്റുവേഷൻ ആണ്. ബട്ട് ഫേവറബിൾ സിറ്റുവേഷൻ ഇൻ ദ സെൻസ് നമ്മളിവിടെ നോക്കുന്നത് ഇവിടുത്തെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഏതാണ്? നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസ് ആയിരുന്നു അല്ലേ? സോ ലെറ്റ് us take this ബോക്സ്. ഈ ഒരു ബോക്സ് ആയിരുന്നു അല്ലേ? സോ ഈ ഒരു ബോക്സ് ആയിരുന്നു നമ്മളുടെ ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇംബാലൻസ് എന്ന് പറയുന്നത് ഇവിടെ ഡൗൺ ക്യാൻഡിൽ ക്ലോഷർ വന്നതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ക്യാൻഡിലിൻ്റെ 50 ഡൗൺ ക്യാൻഡിൽ ക്ലോഷർ വന്നതുകൊണ്ട് നമ്മൾ 50% നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ 50% നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെക്കത്തുള്ളൂ, റൈറ്റ്? ആ ഇംബാലൻസിൻ്റെ 50%. സോ നമ്മൾ ഈ ഇംബാലൻസ് എടുക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഇംബാലൻസ്. അതിൻ്റെ 50% ഈസ് ദ ഫൈനസ്റ്റ് ഫോം ഓഫ് ടാർഗറ്റ്. നൗ നമ്മളെ സംബന്ധിച്ച് 3 ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ആ 3 ക്യാൻഡിലിനൊപ്പം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെൻ യു സീ ദാറ്റ് ദിസ് ഈസ് ഗെറ്റിംഗ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് പ്രൈസ് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എല്ലാ ലിക്വിഡിറ്റി പോയിന്റും ട്രിഗർ ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് അടുത്ത നമുക്ക് 3 ക്യാൻഡിൽ സെറ്റപ്പിൽ നമുക്ക് കാണുന്നുണ്ട്, നമുക്കൊരു മൈനർ ടാർഗറ്റ് ഇവിടെ കാണുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി ഈ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ യു നോ ദാറ്റ് ദിസ് ഈസ് എ ടാർഗറ്റ്, റൈറ്റ്? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതാണ്. ഇമ്മീഡിയറ്റ്ലി യു ആർ ഗെറ്റിംഗ് എ എൻട്രി. ഇവിടെ 94 പോയിന്റ് ഉണ്ട്. സോ നമുക്കത്ര വേണ്ട, 50 പോയിന്റ് മതി. അപ്പോൾ ഇതിന് എവിടെ വെച്ച് ഇൻ ബിറ്റ്വീൻ എവിടെ വെച്ച് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് കയറാൻ പറ്റും അല്ലേ?
എൻട്രിയിലേക്ക് കയറാൻ പറ്റും. സോ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ പ്രൈസിൻ്റെ ഡെലിവറി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ പ്രൈസിൻ്റെ ഡെലിവറി വരുന്നതിനനുസരിച്ച് യുവർ ടാർഗറ്റ്, ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് അത് കീപ്പ് ഓൺ ചേഞ്ചിങ് ആയിരിക്കും. സംടൈംസ് നമുക്ക് ബിഗ് ടാർഗറ്റ് കിട്ടും, സംടൈംസ് നമുക്ക് സ്മോൾ ടാർഗറ്റ് കിട്ടും, സംടൈംസ് നമുക്ക് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ബേസിനെ വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് കിട്ടും. സോ വാട്ട് ഈസ് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ബിഫോർ ഓൺ ഇംബാലൻസ്? എന്താണ് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പ്രൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പ്രൈസ് ഇങ്ങനെ വൺ സൈഡ് പ്രൈസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത്, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ഇംബാലൻസ് ഉണ്ട്. ഈ ഒരു പ്രൈസിൻ്റെ ഡെലിവറിക്കകത്ത് നമുക്ക് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, റൈറ്റ്? ഇവിടെ എല്ലാ ഇംബാലൻസസ് കിടപ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇംബാലൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? സോ എ ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ്, സെയിം ക്യാൻഡിലിൻ്റെ ഹൈ ഈസ് ബീയിങ് ടേക്കൺ, ദിസ് ഈസ് എ പുൾ ബാക്ക് ക്യാൻഡിൽ, റൈറ്റ്? സോ പുൾ ബാക്ക് ക്യാൻഡിൽ ഈസ് ക്രിയേറ്റഡ് നൗ, റൈറ്റ്? ബിക്കോസ് ഇത് ന്യൂ ലോ ആണ്. ഇതുണ്ടോ ന്യൂ ലോ ആണ്. ആ ലോയിലല്ലേ ക്യാൻഡിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. സോ ആ ലോയിൽ ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെയിം ക്യാൻഡിലിൻ്റെ ഹൈ ടേക്ക് ചെയ്യുമ്പോൾ അതിനുശേഷം പ്രൈസിൻ്റെ ഡെലിവറി പിന്നെയും താഴോട്ട് പോകുമ്പോഴത്തേനും അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി അതൊരു പുൾ ബാക്ക് ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പുൾ ബാക്ക് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ നമ്മളെ സംബന്ധിച്ച് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ഈസ് ക്രിയേറ്റഡ്, റൈറ്റ്? ഓർ ഇവിടെ നമുക്ക് അല്ലാത്ത രീതിയിൽ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നത് ഏതെല്ലാം ലെവലിലാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്? ഇനി ഈക്വൽ ഹൈസ്, ഈക്വൽ ലോസ്, എന്ത് വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ, SOF എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ തന്നെ നമ്മൾ 25ഓളം വീഡിയോ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഇരുന്ന് കാണുക. അതിനകത്ത് നമുക്ക് കൂടുതൽ ക്വാളിറ്റിയോട് കൂടിയുള്ള സംഭവങ്ങൾ മുഴുവൻ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഓർ ലിറ്റിൽ സോങ് ഡീകോഡിംഗ് സീരീസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ വരുന്ന പ്രൈസ് മാനിപ്പുലേഷൻ്റെ ആക്ടിവിറ്റിക്കകത്ത് നമുക്ക് എന്ത് എഡ്ജാണ് നമുക്ക് കാണാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ മൾട്ടിപ്പിൾ തിങ്സ് ചാർട്ടിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? സോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ സ്കാൽപ്പിംഗ് ക്വാളിറ്റി ട്രേഡ് സെറ്റപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? പ്രൈസ് ഡെലിവറി മെക്കാനിസം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിൽ നോ അപ്പ് ക്യാൻഡിൽ വിത്ത് ക്ലോഷർ, ഡൗൺ ക്യാൻഡിൽ ഈസ് ഓക്കെ. അപ്പം ഡൗൺ ക്യാൻഡിൽ വരുമ്പോഴത്തേനും നമ്മളുടെ ടാർഗറ്റിൻ്റെ ലെവൽ മാറിപ്പോകുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, മനസ്സിലായോ? കൃത്യം നമ്മൾ ഇതിൻ്റെ മുഴുവനും ഇവിടെ കയറി കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്ന ഒരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അതല്ല നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓൾറെഡി അവിടെ ഡൗൺ ക്യാൻഡിൽ ക്ലോസിംഗ് ആണെങ്കിൽ പോലും അവിടുത്തെ ആക്ടിവിറ്റി പാർഷ്യലി 90% കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ ടാർഗറ്റ് ഫൈൻഡിങ്ങിനകത്ത് നമ്മൾ കുറച്ച് ഡൈലൂഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ കുറച്ച് നമ്മളൊന്ന് എന്താ പറയുന്നത് ഇളവ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സോ ദർ ആർ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് 20 വീഡിയോ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാനത് വീണ്ടും ഇവിടെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇനി അത് മുഴുവൻ പറഞ്ഞ് ബോറടിക്കാന്നുള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പ്രൈസ് ഇങ്ങനെ വന്നു, അപ്പോൾ ഒരു ഈക്വൽ ഹൈസ് ഫോം ചെയ്യുന്നു, വീണ്ടും പ്രൈസ് ഇങ്ങനെ വരുന്നു. സോ നമുക്ക് ഇവിടെ ഒരു ഇംബാലൻസ് കാണുന്നു. സോ നമ്മളെ സംബന്ധിച്ച് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ഹൈസ് വിൽ ബി ടേക്കൻ, ദിസ് വിൽ ബി ടേക്കൻ. സോ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ പ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും, ഇതിന് മുകളിൽ സംവെയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇംബാലൻസസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാര്യം മനസ്സിലായോ? ബിക്കോസ് സ്ട്രക്ചർ ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ ഒരു എൻട്രി എടുത്തതിന് ശേഷം ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൻ്റെ ഡെലിവറി മെക്കാനിസത്തിനകത്ത് പ്രൈസ് ഇവിടെ വന്നിട്ട് സിംഗിൾ ക്യാൻഡിൽ ഇത് പ്രൈസിൻ്റെ ഡെലിവറി തിരിച്ചു പോകുന്ന പോക്കുണ്ടോ? അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റിലാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് പ്രൈസ് ഇവിടെ വന്നിട്ട് ഇത് മിറ്റിഗേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രൈസ് ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് ലിക്വിഡിറ്റി ഓൺ എ ഗ്ലോബൽ ലെവൽ, ഇഫ് ദർ ഇസ് നോ ലിക്വിഡിറ്റി ഓൺ ദ ലെഫ്റ്റ് സൈഡ് ദ സോൺ ഇറ്റ് സെൽഫ് ഈസ് ദ ലിക്വിഡിറ്റി. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് 22ാമത്തേതായുള്ള അല്ലേ 23, 24, 25 വീഡിയോയ്ക്ക് അതെല്ലാം കംപ്ലീറ്റ്ലി പറയുന്നുണ്ട് എവിടെയായിരിക്കും ലിക്വിഡിറ്റി എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. സോ അതും കൂടെ വന്നതിന് ശേഷം വെയിറ്റ് ചെയ്തതിന് ശേഷം അതെല്ലാം കണ്ടു. അതിനകത്തെല്ലാം നമ്മുടെ ലിറ്റിൽ സോങ്ങിൻ്റെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഡോണ്ട് വറി, അപ്കമിംഗ് വീഡിയോ വരുന്നുണ്ട്. ആരോ ഒരാൾ കമൻറ്റ് ചെയ്ത് ലിറ്റിൽ സോങ് ഞാൻ നോക്കിയിരുന്നു മടുത്തും പറഞ്ഞ്. ഇനിവേ ക്വാളിറ്റി സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും, കൂടുതൽ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഇതിനകത്ത് പ്രൈസ് ഡെലിവറി മെക്കാനിസം നമ്മൾ നോക്കേണ്ടത്. ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റ് വൈസ് നോ ഫൈൻഡിങ് ടാർഗറ്റ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് ടാർഗറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ സ്കാൽപ്പിങ്ങിനകത്ത് ടാർഗറ്റ് ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഫസ്റ്റ് നമുക്ക് ടാർഗറ്റ് ഉണ്ടോ ഇല്ലയോ? നോ അതിനെ ബേസ് ചെയ്യുന്നത് ഇംബാലൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നു, സ്ട്രക്ചറൽ ലിക്വിഡിറ്റിയെ ബേസ് ചെയ്ത് നോക്കുന്നു. ഇംബാലൻസും സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ഫോക്കസ് ഓൺ ദ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ആസ് യുവർ ടാർഗറ്റ്. സോ ഇതുപോലെ സംഭവം മനസ്സിലായി? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പ്രൈസ് ഇങ്ങനെ 3-4 പ്രാവശ്യം ഇവിടെ കിടന്ന് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന റേഞ്ച് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ റേഞ്ചിൻ്റെ മുകളിൽ നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പക്ഷേ ഇംബാലൻസ് എന്താണെങ്കിലും കണ്ടിരിക്കണം. സ്കാൽപ്പിങ്ങിനകത്ത് ഇംബാലൻസ് ഇല്ലാതെ ഒരിക്കലും നമ്മൾ ട്രേഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പോകരുത്. ഒന്ന്, ബിക്കോസ് ഇംബാലൻസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ആ സ്ലിപ്പേജ് ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് കയറി വരുന്ന സമയത്ത് നമ്മൾ ആ സെക്കൻഡിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. യു ഷുഡ് നോട്ട് കീപ് യുവർ മണി ഇൻ ദ മാർക്കറ്റ് ഫോർ എ ലോങ് ടൈം. ദിസ് ഈസ് അബൌട്ട് സ്കാൽപ്പിംഗ്. മനസ്സിലായി? അപ്പം അങ്ങനെ നമ്മൾ ഇതിനെ മനസ്സിലാക്കി എടുക്കുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങളിൽ കൂടെ പോയി കഴിഞ്ഞാലാണ്, ഏതെല്ലാം ആംഗിളിൽ മാർക്കറ്റിനെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതല്ല. സോ എക്സിറ്റ് റൂൾ ബേസ്ഡ് ഓൺ ഇഫ് ദ പ്രൈസ് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഷോർട്ട്ലി ആഫ്റ്റർ എൻട്രിങ് എ ട്രേഡ്, അല്ലേ? മിക്കവാറും നമുക്ക് സംഭവിക്കാറുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൈ ഉരുട്ടി മേശയ്ക്ക് ഇടിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. തിരിച്ച് പ്രൈസ് പതുക്കെ കയറി വരും. പ്രൈസ് കയറി വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം? ആ കയറി വന്നിരിക്കുന്ന പ്രൈസിൽ തന്നെ യു ഹാവ് ടു എക്സിറ്റ് ഇറ്റ്.
മനസ്സിലായോ? യു നീഡ് ഐ വാണ്ട് ടു ടെൽ യു ദാറ്റ് 100 times ഐ എം ടെലിംഗ് യു എക്സിറ്റ് ഇറ്റ് ഓൺ ഇഫ് ദ എൻട്രി ഈസ് റോങ് എക്സിറ്റ് ഓൺ ദ കോസ്റ്റ് പ്രൈസ്. മനസ്സിലായോ? കോസ്റ്റ് പ്രൈസ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് യുവർ ട്രേഡ്. നമ്മൾ ചെയ്തു റോങ് എൻട്രി, ഗെറ്റ് ഔട്ട്. നൗ ലെറ്റ് us വെയിറ്റ് ഫോർ ദ ന്യൂ സെറ്റപ്പ്. ബിക്കോസ് ഞാൻ നിങ്ങളെ ഓരോരുത്തരും ഇങ്ങനെ വഴക്ക് പറയുന്ന പോലെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നും ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. റോങ് എൻട്രി ആയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പല പ്രശ്നങ്ങളും എനിക്ക് നേരിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആകണം എന്നില്ല, അത് അനുഭവമായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലേ? എന്നിട്ട് അതിനനുസരിച്ച് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി എ പ്രൊഫഷണൽ ട്രേഡർ അഗെയിൻ. നൗ എക്സിറ്റ് റൂൾ ക്ലിയർ ആണല്ലോ. എക്സിറ്റ് റൂളിനകത്ത് ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല. സോ മേ ബി എക്സിറ്റ് റൂൾ നമ്മൾ ഫോളോ ചെയ്തതിന് ശേഷം പ്രൈസ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിട്ട് 100 പോയിന്റ് ഒക്കെ ചിലപ്പോൾ കയറി പോയിരിക്കാം, നോ പ്രോബ്ലം. കഴിഞ്ഞ ദിവസം ഞാൻ സെക്കൻഡ് വീഡിയോയിൽ ഓൾറെഡി കാണിച്ചു. അതിനുശേഷം പ്രൈസ് പോയി ഹിറ്റ് ചെയ്തു. പക്ഷേ അതിന് മുന്നേ ഞാൻ എക്സിറ്റ് ആയി. ബിക്കോസ് അതാണ് നമ്മളൊരു ട്രേഡിംഗ് എഡ്ജ് ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന റൂൾസ് എന്താണ്, വാട്ട് ഈസ് ദ കമാൻഡ് യു ആർ ഗിവിംഗ് ടു യുവർ ബ്രെയിൻ. അത് നമ്മൾ ആ കമാൻഡ് നമ്മുടെ ബ്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കമാൻഡിൽ തന്നെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ ലിസൺ ചെയ്യത്തില്ല. ബിക്കോസ് അതർവൈസ് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബ്രെയിൻ നമ്മളെ ലിസൺ ചെയ്യാതിരിക്കുമ്പോൾ വാട്ട് എവർ യു ഡു ഇറ്റ് വിൽ ബി എ റാൻഡം ട്രേഡ്. ഇറ്റ് ഇസ് നോട്ട് എ സ്കാൽപ്പിംഗ് എൻട്രി. സ്കാൽപ്പിംഗ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് റൂൾസ്, പ്രൈസ് ഡെലിവറി മെക്കാനിസം. ഇങ്ങനെ മാർക്കറ്റിൽ വന്നാൽ മാത്രമേ ഞാൻ എൻട്രി ഉള്ളൂ. ഫസ്റ്റ് തിങ് ഐ നീഡ് ടു ഫൈൻഡ് എ ടാർഗറ്റ്. സെക്കൻഡ് തിങ് ഫൈൻഡിങ് എ ടാർഗറ്റ് ബേസ്ഡ് ഓൺ ആൻ ഇംബാലൻസ്. നമ്പർ 1 ഇറ്റ് ഷുഡ് ബി ദെയർ. അത് അവിടെ കണ്ടിരിക്കണം. സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഒരു സ്വല്പം കൂടെ മുകളിലോട്ട് കയറ്റി വെക്കാൻ പറ്റും. സ്ട്രക്ചറൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പ് ക്യാൻഡിൽ ഡൗൺ ക്യാൻഡിൽ ക്ലോഷർ വരുമ്പോൾ കാൻഡിൽസ്റ്റിക്കിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഡെലിവറി മെക്കാനിസം തിരിച്ച് കയറി വരാനുള്ള അതിൻ്റെ ക്ലോഷറിൻ്റെ ഇതിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. എക്സിറ്റ് റൂൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെയുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഒരു ടെക്നിക്കിനാണ് എക്സിറ്റ് റൂൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ് അല്ലേ? അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ വലിയ കമൻസിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ കമൻസ് എഴുതുക. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ആരും കമൻറ്റ് എഴുതുന്നില്ല. കമൻറ്റാണ് എൻ്റെ ഊർജ്ജം എന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ.